ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീടിൻ്റെ തുടക്കം തന്നെ സായിനൊരു ക്ഷീണമാണ്. നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. കൂടെ ഉണ്ണിക്കുട്ടനും ഉണ്ട്, അവനെയും കൂട്ടിക്കൊണ്ടാണ് പോണത്. സായുവിന് ഇന്ന് ആകെ ഒരു ഉറക്കം വരവൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ഈവനിങ് ടൈമിലാണ് ഇറങ്ങുന്നത്. അപ്പം നല്ല മഴക്കാറൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം നല്ല മഴയായിരുന്നു. നല്ല രസമാണല്ലേ മഴയത്തൊക്കെ ട്രാവൽ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവിടുത്തെ ഏട്ടനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ഷിബു ഏട്ടൻ. പിന്നെ നമ്മുടെ പാറു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പാറുവിൻ്റെ ചേച്ചീൻ്റെ വീടാണത്. അപ്പോൾ പാറും ചെറിയൊരു വ്ളോഗ് പോലെ എന്തൊക്കെയൊക്കെയോ എടുക്കുന്നൊക്കെ ഉണ്ട്. അവർക്കും ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാരണവരാണ് ഇരിക്കണത് കസാരയിൽ. ബർത്ത്ഡേക്കാരനാണ്, അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം പാറുവിൻ്റെ കുട്ടീനെ കാണാൻ ഞങ്ങളകത്തോട്ട് കയറി കേട്ടോ. അവനവിടെ അങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെ എന്തൊക്കെയോ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് അവൻ. അതിൻ്റെ ഇടയിൽ ആദിക്കുട്ടൻ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവർ റൂമിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദിക്കുട്ടനെ സർപ്രൈസ് ചെയ്യാൻ ബലൂണൊക്കെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറയുകയാണ് എന്നോട്. അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുക. നന്നായിട്ട് വർത്തമാനം പറയൂ കേട്ടോ, മിടുക്കനാണ്. അപ്പോൾ സായു അതാ ചേച്ചീനെ കിട്ടിയപ്പോഴത്തേക്കും ചേച്ചീൻ്റെ കൂടെ എന്തൊക്കെയോ പറക്കിയിട്ട് കളിയാട്ടോ. ലച്ചു എന്നാണ് ഞങ്ങൾ അവളെ വിളിക്കുക. ലച്ചുവും ആദിക്കുട്ടനുമാണ്. അപ്പം അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഓരോ വിശേഷങ്ങൾ ആദിക്കുട്ടൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് തീരുന്നില്ല. അവൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സായുവിന് ബോൾ ഭയങ്കര ഇഷ്ടമാണ്. സായു ബോളൊക്കെ എടുത്തുകൊണ്ട് തരുന്നുണ്ട്. എല്ലാ മക്കൾക്കും ഉള്ളൊരു ഇതായിരിക്കും അല്ലേ. അവർക്കൊരു ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ടെങ്കിലും വേറെ മക്കളുടെ ടോയ്സ് കാണുമ്പം ഇവർക്ക് അതിനോടൊരു കമ്പം, അതെടുത്തിട്ട് പോരാനൊക്കെ തോന്നും. അതെല്ലാ മക്കൾക്കും ഉള്ളതായിരിക്കില്ല. അതേപോലെ സായുവിനും ഉണ്ട്. അങ്ങനെ ഉള്ള ടോയ്സൊക്കെ വെച്ചിട്ട് അവിടെ കളിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെല്ലെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വീടിൻ്റെ തൊട്ട് മേലെ തന്നെ ഒരു അമ്പലം, ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഭയങ്കര രസമായിരുന്നു കാണാൻ. അധികം ആയിട്ടില്ല കേട്ടോ അവിടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്, കുറച്ചായിട്ടേ ഉള്ളൂ. നല്ല വീടാട്ടോ, അടിപൊളിയാണ്. പിന്നെ ഞാനും പറഞ്ഞു അങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ കത്തി അടിക്കുകയാണ്. അവളെന്തൊക്കെയോ പറയുന്നുണ്ട്, അവളങ്ങനെ തള്ളുന്നുണ്ട് എന്തൊക്കെയോ. പിന്നെ ഞങ്ങൾ മെല്ലെ മുറ്റത്തോട്ടിറങ്ങി. മുറ്റത്ത് എന്തൊക്കെയാണ് പുതിയത് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ, അവളെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ചെടികളൊക്കെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. പിന്നെ ഷിബുവേട്ടൻ പ്രിയനെ കൂട്ടാൻ വേണ്ടി പോയേക്കുവാണ്. പ്രിയ എന്നാണ് ഞങ്ങൾ വിളിക്കുക, ഞാൻ വിളിക്കുക. അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി പോയിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നുണ്ടോയെന്ന് ഞങ്ങൾ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇല്ലേ, രസമില്ലേ. പിന്നെ ഞാൻ മെല്ലെ പുറത്തോട്ടിറങ്ങി അവിടെ അങ്ങോട്ട് ഇരിപ്പായി കേട്ടോ. അവിടുത്തെ ചെടികളും കാര്യങ്ങളും ഒക്കെ നോക്കി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് പുതിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ സായുവും ലച്ചുവും ആദ്യമൊക്കെ അവിടെ ഉണ്ട്. അവർ ലേസൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുവാണ്. ഇതും അങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് വാങ്ങി എന്ന് മാത്രം. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടോ. വരാൻ കുറച്ച് ലേറ്റായി. ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒരു കേക്കും വേറൊരു സർപ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ സർപ്രൈസ് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടോ ആദിക്കുട്ടൻ. അതങ്ങനെ ഭയങ്കര വലിയ എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചൊന്നുമില്ല, പക്ഷെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ആ വണ്ടി കയറിയിരുന്ന് ഓടിക്കലായി, അതിൻ്റെ അതും ഇതും ഒക്കെ നോട്ടമായി. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവർ പിന്നെ പൊതുവേ കുഞ്ഞുമക്കൾക്ക് ഈ വണ്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അങ്ങനെ വണ്ടി കയറിയിരുന്ന് വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവൻ അങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നു കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടിയും ഓൻ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാനായിരുന്നു താല്പര്യം.
കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ആൾ ഹാപ്പിയായി. പിന്നെ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. ഇനി ഫുഡ് കഴിക്കുക, വീട്ടിലോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അപ്പം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. പ്രിയ കേട്ടോ നമുക്ക് വീഡിയോ എടുത്തു തരുന്നത്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്, കാരണം ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. ശുഭേട്ടന് ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫിലിമിന് പോകണം. അപ്പോൾ എല്ലാവരും വേഗം കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. ഇറങ്ങുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.